അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ ലിസാനിലെ 2ാമത്തെ പാഠത്തിലെ ആക്ടിവിറ്റീസാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് യാ കൊണ്ട് അല്ലെങ്കിൽ താ കൊണ്ട് അല്ലെങ്കിൽ അലിഫ് കൊണ്ട് അല്ലെങ്കിൽ നൂന് കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ അതിനൊരു ടേം കോഡ്, സിമ്പിൾ കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അനിയത്തി എന്നുള്ള ഒരു കോഡും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, മറന്നു പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാൻ. ഇനി നമുക്ക് അതെങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതിന് നമ്മൾ മുലാരി എന്നാണ് പറയുക. മുലാരിൻ്റെ പേര് അങ്ങനെയാണ്, മുലാരി. മുലാരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈസ് ഡൂയിങ് അല്ലെങ്കിൽ വിൽ ഡൂയിങ് എന്നുള്ള അർത്ഥമാണ് വരിക. വിൽ ബി ഡൂയിങ് എന്നുള്ള അർത്ഥമാണ് വരിക. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാം. ചെയ്യും എന്നൊക്കെയുള്ള അർത്ഥമാണ് മലയാളത്തിൽ വരിക. ഓക്കെ, അപ്പോൾ അത് മാത്രം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പാഠത്തിലേക്ക് പതുക്കെ പ്രവേശിക്കാം. ഇതിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്ന് യുഹിബു, യദ്ഹബു, യർജിയോ, 3 വന്നു. യുഹിബുവിൻ്റെ ആദ്യത്തിൽ യാണ്, യദ്ഹബുവിൻ്റെ ആദ്യത്തിൽ യാണ്, യർജിയോൻ്റെ ആദ്യത്തിലും യാണ്. അപ്പോൾ അനിയത്തി എന്നുള്ളതിലെ യാ കഴിഞ്ഞു. ഇതിനൊക്കെ അവസാനത്തിൽ ലമ്മുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ മുലാരിയായ ഫെയിൽ യാ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ താ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നൂന് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അലിഫ് കൊണ്ട് തുടങ്ങുകയാണെങ്കിലും അവസാനത്തിൽ ലമ്മായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇഷ്ടപ്പെടുന്നു, അവൻ പോകും, വില്ലാട്ടോ ഇവിടെ ഇവിടെ ഈസാണ്. അവൻ മടങ്ങും, വില്ല്. അപ്പോൾ രണ്ടും ഇനി അങ്ങോട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി താഴോട്ട് വരികയാണെങ്കിൽ യുഹിബാനി, യസൂറാനി, യഗരിസൂന, യലാബൂന. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നിങ്ങൾ ലാസ്റ്റ് ലമ്മുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ ലമ്മൻ. അപ്പോൾ ഇവിടെ എന്താ സീന് മാറി, എന്താണ് യസൂറാനി, യലാബാനി, അരിസൂന. ഇതിലൊക്കെ എന്തുണ്ട്, യാ കൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇതിൽ ഒരു അലിഫും ഒരു വാവും വന്നിട്ടുണ്ട്. അർത്ഥം നോക്കിയാൽ മനസ്സിലാവും, അവർ രണ്ടുപേരും അവർ കുറേ ആളുകൾ അവർ കുറേ കുട്ടികൾ കളിക്കുന്നു. അപ്പം ഈ അലിഫ് നൂന് വന്നാൽ അവിടെ 2 പേരും, വാവ് നൂന് വന്നാൽ അവിടെ 2+2 ആണ്. അഥവാ മനസ്സിലാക്കി വെക്കുക, അലിഫ് നൂനുമാണ് വരുന്നതെങ്കിൽ അത് യാ ഇല്ലാതെയും അലിഫ് നൂനുമാണ് വരുന്നത് വെച്ചാൽ അത് 2 പേരാണ്. 2 പേര് കളിക്കുന്നു, 2 പേര് പിന്നെ ഭക്ഷിക്കുന്നു, അങ്ങനെ വരും. എന്നാൽ വാവ് നൂനുമാണ് വരുന്നതെങ്കിൽ അവിടെ 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും. ഓക്കെ, അവിടെ പിന്നെ നമ്മൾ ലമ്മ് നോക്കേണ്ടില്ല, ലമ്മിന് പകരമാണ് അവിടെ വാവ് വന്നിട്ടുള്ളത്. പിന്നെ യുഹിബാനി അലിഫും നൂനും വന്നു, യുഹിബൂന വാവ് നൂനും വന്നു. തുഹിബാനി, യുഹിബ് ബിന. ഈ ഹായിന് ഷെദ്ദാണ്, ആ ഷെദ്ദിനെ നമ്മൾ എന്ത് ചെയ്തു, ബായിന് ഷെദ്ദാണ്, ആ ബായിനെ നമ്മൾ കെട്ടയച്ച് എഴുതി. അപ്പോൾ ഒരു ഷെദ്ദുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഷെദ്ദില്ലാത്ത 2 ആണ്. ഓക്കെ, നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. പിന്നെ നുക്കമിൽ ഫറ ആണ്. അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി, യദ്ഹബു ഉസ്താദ് പോകുന്നു, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. അൽ ബിൻതാനി 2 കുട്ടികൾ, യജിലിസാനി അവർ 2 പേരും ഇരിക്കുന്നു, അൽ മക്കാരി ബെഞ്ചിൽ. അത്വാലിബാനി 2 കുട്ടികൾ, യദുറുസാനി അവർ പഠിക്കുന്നു, ദുറുസഹും അവരുടെ പാഠങ്ങൾ. പിന്നെയോ അൽ വാലിദത്തു തത്ബഹുൽ ഇദാമ എന്ത് ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു. അരിജാലു പുരുഷന്മാർ, യലഅബൂൻ അവർ കളിക്കുന്നു, ബിൽ ഖുറ ഫുട്ബോൾ കളിക്കുന്നു. അൽ ബനാത്തു പെൺകുട്ടികൾ, യഖ്റഅന അവർ വായിക്കുന്നു, അൽ ജരീദ പത്രം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കുറച്ച് അറബിയിലാക്കാനുള്ളതുണ്ട്, നമുക്ക് നോക്കാം. 2 ആൺകുട്ടികൾ എഴുതുന്നു. അപ്പോൾ 2 ആൺകുട്ടികൾക്ക് നമ്മൾ എന്താ പറയുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, പെൺകുട്ടികൾ മടങ്ങുന്നു. പെൺകുട്ടികൾക്ക് എന്ത് പറയാൽ ബനാത്ത്, മടങ്ങുന്നു പറഞ്ഞാൽ യർജിയാണ്, അവർ മടങ്ങുന്നു.